നമസ്കാരം. ഗുഡ് മോർണിംഗ്. Good morning, sir. Good morning, sir. Good morning, Good morning, sir. Good morning, sir. Good morning, sir. നമസ്കാരം. Good morning, all. മോർണിംഗ്. Good morning, sir. ഗുഡ് മോർണിംഗ്. Good morning, sir. Good morning. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. നമുക്ക് ആരംഭിക്കാം. ഗുഡ് മോർണിംഗ്. മൈൻഡ് പ്ലസ് ആരംഭിച്ചിട്ട് ഇന്ന് 1247 ദിവസമാകും. മൈൻഡ് പ്ലസിലൂടെ, ലോ ഓഫ് അട്രാക്ഷനിലൂടെ, NLPയിലൂടെ, വർക്ക് ലൈഫ് ബാലൻസിലൂടെ, ജേണി വിധിനിലൂടെ തിരിച്ചറിവിന്റെ പാതയിലേക്ക് നമ്മൾ ഏവരെയും നയിക്കുന്ന ജോർജ് കരുണയ്ക്കൽ സാറിനും ഉണ്ണികൃഷ്ണൻ ബാലകൃഷ്ണൻ സാറിനും എല്ലാ കുടുംബാംഗങ്ങൾക്കും സുസ്വാഗതം. ഓരോ ദിവസവും നമ്മൾ പലതരം മനുഷ്യരെ കാണുന്നു. സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി മകൻ അച്ഛനെ കഠിനമായി മർദ്ദിക്കുന്നു. അതിനെതിരെ അച്ഛൻ മകനെ മർദ്ദിക്കുന്നു. അയൽക്കാർ അന്യോന്യം അതിർത്തി തർക്കം മൂത്ത് അന്യോന്യം കുത്തി മരിക്കുന്നു. ഇടയ്ക്കിടെ കാണുന്ന കേൾക്കുന്ന ന്യൂസുകളാണ് ഇവയെല്ലാം. എന്തു പറയാൻ? ഒന്നും പറയാനില്ല. മനുഷ്യർ രാക്ഷസന്മാരാവുന്ന കാലമാണ്. മൂല്യച്യുതിക്ക് അതിരുകളില്ല. അതാണ് സത്യം. നമ്മളിൽ പലർക്കും മറ്റു പലതിനായി യാചിക്കേണ്ടതായി വരാറില്ലേ? സ്നേഹത്തിനായി, കരുതലിനായി, സഹായത്തിനായി, പരിഗണനയ്ക്കായി, കൈത്താങ്ങിനായി. നമ്മൾ മൈൻഡ് പ്ലസ് മെമ്പേഴ്സ് ആരെയും അവഗണനയോടുകൂടി കാണരുത്. ഈ തരത്തിലുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മൈൻഡ് പ്ലസിന്റെ പ്രാധാന്യം എപ്പോഴും മനസ്സിൽ വരാറുണ്ട്. നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം ഓർക്കണം. സാഹചര്യം, ചിന്ത, മനസ്സ്, ചുറ്റുമുള്ളവർ, ബന്ധുക്കൾ ഇതൊക്കെ ശരിയായിരുന്നുവെങ്കിൽ ഉയർന്നേനെ. എപ്പോഴും ഓർക്കുക, നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഇന്നലത്തെ തീം ഹൗ എവേക്കൻ ആർ യു ആയിരുന്നു. മൈൻഡ് പ്ലസിന്റെ മെന്ററും ലോ ഓഫ് അട്രാക്ഷൻ അംബാസഡറുമായ PW എഞ്ചിനീയറും ആയ ശ്രീമതി അസി DJ ആണ് ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. ഓവർ ടു യു മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സുരേഷ് സർ. മനോഹരമായ ഒരു ഇൻട്രോയിൽ കൂടി നമ്മളെ ഓരോരുത്തരെയും ഈ ഒരു പ്രഭാതത്തിലേക്ക് സ്വാഗതം ചെയ്തതിന് എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനിയും ചെയ്യുന്നതെങ്കിൽ നാളുകൾ ഒരിക്കലും നാം ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കില്ല. ആർ യു ആൻ അവേക്കൻഡ് പേഴ്സൺ എന്നതായിരുന്നു ഇന്നലെ ജോർജ് സാർ നമ്മോട് ചോദിച്ച ചോദ്യം. ആദ്യമായി എന്തുകൊണ്ടൊക്കെയാണ് നമ്മൾ മാറ്റം ആഗ്രഹിക്കുന്നതെന്ന് നോക്കാം. ജീവിതം അങ്ങനെ സുഗമമായി മുന്നോട്ട് പോകുമ്പോഴായിരിക്കാം എല്ലാം മാറ്റിമറിക്കുന്ന ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് ചിലപ്പോൾ സാമ്പത്തിക നഷ്ടമാകാം, രോഗങ്ങളുടെ രൂപത്തിലാകാം, ഏറെ സ്നേഹിച്ചവരുടെ ദേഹവിയോഗമാകാം. അപ്പോഴൊക്കെയും ജീവിതം ഇനി എങ്ങനെ എന്നൊരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ വരുമ്പോഴൊക്കെയാണ് പലപ്പോഴും ശാശ്വതമായ എന്തിനോ വേണ്ടിയുള്ള ഒരു അന്വേഷണം ആരംഭിക്കുന്നത്. ഇങ്ങനെ ഒരു ജീവിതമല്ലല്ലോ ഞാൻ ആഗ്രഹിച്ചത്. എന്തുകൊണ്ടാണ് എനിക്ക് ഒന്നിലും പൂർണ്ണമായി സന്തോഷിക്കാൻ സാധിക്കാതെ വരുന്നത്? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ. പലപ്പോഴും ഇതിനൊക്കെ നാം പഴിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെയും വ്യക്തികളെയും ഒക്കെയാണ്. നല്ല മാറ്റങ്ങളാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ അനുഭവങ്ങളെ ഒരു വേക്കപ്പ് കോൾ പോലെ കരുതാനാകുന്നു. ഒഴിവായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മനോഹരമായൊരു ചിത്രശലഭമാകുന്നത് അത്ര എളുപ്പമല്ല. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരാം. പക്ഷേ അപ്പോഴൊക്കെയും ജീവിതത്തിലെ അനുഭവങ്ങളെയും വ്യക്തികളെയും ഒക്കെ ജഡ്ജ് ചെയ്യാതെ തുറന്ന മനസ്സോടെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്ഥിതിയിലേക്ക് നാം എത്തുമ്പോൾ നമ്മുടെ മുന്നിൽ ഗുരു പ്രത്യക്ഷപ്പെടുന്നു. നമ്മൾ എല്ലാവരും ഈ മൈൻഡ് പ്ലസ് കമ്മ്യൂണിറ്റിയിൽ എത്തപ്പെട്ടതുപോലെ ഇതൊരു ഹയർ കോളിംഗ് ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാ അനുഭവങ്ങളെയും നന്ദിയോടെ കാണാൻ സാധിക്കുന്നു. മൈൻഡ് പ്ലസിലെ നിരവധി തീമുകളിലൂടെ നാം ദിവസവും കടന്നു പോകുമ്പോൾ ബോധപൂർവം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ നല്ല മാറ്റങ്ങൾ വരുമെന്ന് ഉറപ്പാണ്. റൂമി പറഞ്ഞതുപോലെ നാം എന്തിനെയാണോ അന്വേഷിക്കുന്നത് അത് നമ്മളെയും അന്വേഷിക്കുന്നുണ്ട്. നമുക്ക് നഷ്ടമായി എന്ന് നാം കരുതുന്നത് എന്തോ അത് മറ്റൊരു രൂപത്തിൽ നമ്മളെ തേടിയെത്തുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നേരിടാൻ സാധിക്കുന്നത് മാത്രമേ ഈ പ്രപഞ്ചം നമുക്ക് തരികയുള്ളൂ എന്ന ഉറച്ച വിശ്വാസം മാത്രം മതി എല്ലാം നേരിട്ട് മുന്നോട്ട് പോകുക. നമ്മുടെ ഉള്ളിൽ തന്നെ എല്ലാ കഴിവുകളും ഉണ്ട്. അതിനായി പലപ്പോഴും കംഫർട്ട് സോൺ വിട്ട് പുറത്തു വരണമെന്ന് മാത്രം. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ തടസ്സപ്പെടുത്തുന്ന വികാരങ്ങളെയും വിചാരങ്ങളെയും ഒക്കെ ലെറ്റിംഗ് ഗോ ചെയ്തുകൊണ്ടും ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടും മുന്നോട്ട് പോയാൽ നമ്മുടെ ഉള്ളിലെ പരമമായ ആ സത്യത്തെ കണ്ടെത്താൻ സാധിക്കും.
അങ്ങനെ തന്നെ യാത്ര തുടർന്നാൽ താമസിക്കാതെ ഒരു എവേക്കൻഡ് സ്റ്റേറ്റിലേക്കും എത്താനുമാകും. എവേക്കനിങ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതുവരെ വിശ്വസിച്ചു പോകുന്ന കാര്യങ്ങളും രീതികളിലുമൊക്കെ അപ്പാടെ മാറി പുതിയൊരു വ്യക്തിയായി മാറുന്നതായി കാണാം. നമ്മുടെ ബന്ധങ്ങളിലും ഇടപെടലുകളിലും നല്ല മാറ്റങ്ങൾ സംഭവിക്കുകയും എല്ലാത്തിനോടും ഒരു ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എല്ലാം തന്നെ എല്ലാവരുടെയും നന്മയെ കരുതിയുള്ളതാകും. ബഹളങ്ങളിൽ നിന്നുമൊക്കെ മാറി ഒറ്റയ്ക്കിരിക്കുന്നതിൽ കൂടുതൽ സന്തോഷം കണ്ടെത്താൻ സാധിക്കും. മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നതിനോടൊപ്പം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അസർട്ടീവായി നിലകൊള്ളുവാനും സാധിക്കും. എല്ലാം ഒന്നാണെന്ന തോന്നൽ ഉള്ളതുകൊണ്ട് തന്നെ കമ്പാഷൻ, എമ്പതി എന്നീ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എല്ലാവരെയും സ്നേഹിക്കാനും നമുക്ക് സാധിക്കുന്നു. മനോഹരമായൊരു ചിത്രശലഭമാകാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന അപൂർവമായ ഒരു അവസരമായി ഈ ജീവിതത്തെ കാണാം. നമുക്ക് ഓരോരുത്തർക്കും ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതോടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ മെയിൻ സെഷൻ എടുക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ശ്രീ അജിത് കുമാർ സാറാണ്. കോഴിക്കോട് താമസിക്കുന്ന അജിത് സാർ ഒരു പ്രൊഫഷണൽ ട്രെയിനർ കൂടിയാണ്. ഒരുപാട് സ്നേഹത്തോടെ സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. Thank you, Suresh sir and Asim ma'am, for the beautiful intro and review. സുരേഷ് സാർ പറഞ്ഞ പോലെ മൂല്യച്യുതി നഷ്ടപ്പെടാതെ നല്ലൊരു മനുഷ്യരെ നമുക്ക് മൈൻഡ് പ്ലസിലുള്ളവർ ജീവിക്കാൻ സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അസീം മാം നമ്മളോട് പറഞ്ഞത് എങ്ങനെ ജീവിതത്തിൽ ഒരു അവേക്കൻഡ് പേഴ്സൺ ആയി മാറാൻ പറ്റും. ഒരു കാര്യങ്ങളും ഇന്നലത്തെ ടോപ്പിക്കുമായി വിട്ടുപോകാതെ നന്നായിട്ട് റിവ്യൂ ചെയ്ത അസീം മാമിനും താങ്ക് യു സോ മച്ച്. ഇനി ഇന്നത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. ഇന്ന് 2024 ഏപ്രിൽ 30 മൈൻഡ് പ്ലസ് ആരംഭിച്ചിട്ട് 1247 ദിവസമായി. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വിഷയം ഫൗണ്ടേഷൻ ഓഫ് സക്സസ് എന്നുള്ളതാണ്. ഈ ഫൗണ്ടേഷൻ സക്സസ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാത്തിനും ഒരു അടിത്തറ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ വിജയം കൈവരിക്കാനും ഒരു അടിത്തറ ഉണ്ടായിരിക്കണം. എന്താണത്? നമ്മൾ വീട് വെക്കുന്ന സമയത്ത് നമ്മളൊരു അടിത്തറ സ്ട്രോങ് ആക്കിയതിന് ശേഷം മാത്രമേ ഒരു വീട് നമ്മൾ നിർമ്മിക്കുകയുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ നമ്മൾ കാണപ്പെടുന്ന അമ്പരചുംബികളായ ബുർജ് ഖലീഫ പോലുള്ള വലിയ വലിയ ബിൽഡിംഗ് ദീർഘകാലം ഒരു കേടുപാടും കൂടാതെ ഒരു സുനാമിക്കും അത് സംഭവിച്ചാലും കോട്ടം തട്ടാതെ അത് നിലനിൽക്കുവാൻ കാരണം അതിൻ്റെ കൺസ്ട്രക്ഷനിലുള്ള മികവ് കൊണ്ട് മാത്രമല്ല, അതിൻ്റെ ഫൗണ്ടേഷൻ, അതായത് അടിത്തറ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. സാധാരണ ഒരു ബിൽഡിംഗ് ഞാൻ മനസ്സിലാക്കിയത്, ഒരു ബിൽഡിംഗ് എത്ര ഉയരത്തിലാണോ പണിയേണ്ടത് അതിൻ്റെ പകുതിയിലധികം അല്ലെങ്കിൽ 1/3 ഭാഗം അതിനെ പൈലിംഗ് നടത്തി സ്ട്രോങ് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കിയതിന് ശേഷമാണ് ആ ബിൽഡിംഗ് പണിയുന്നത്. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ കേടുപാട് കൂടാതെ ദീർഘകാലം അത് അങ്ങനെ വാനം മുട്ടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഉപരിതലത്തിൽ നിന്നും ആ കെട്ടിടം എത്ര ഭംഗിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടും എത്ര നല്ല പെയിൻ്റ് അടിച്ചിട്ടും അതിൻ്റെ ഫൗണ്ടേഷൻ മോശമാണെങ്കിൽ അധികകാലം നിലനിൽക്കില്ല എന്ന് മാത്രമല്ല, അത് ഭൂമിയിലേക്ക് നിലംപതിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിത വിജയം. എത്ര ഉയരത്തിൽ നമുക്ക് പോകണമോ അതിൻ്റെ നിലവാരം ഉയർന്നിരിക്കണം എന്നത് നമ്മുടെ ഫൗണ്ടേഷൻ അനുസരിച്ചിരിക്കും, നമ്മൾ അടിത്തറ അനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്കൊരു സംശയം നമ്മുടെ ഉള്ളിൽ വരാം. എന്താണ് ഈ വിജയത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്? പ്രശസ്ത എഴുത്തുകാരനും മോട്ടിവേഷണൽ ട്രെയിനറുമായ ശിവഖേര തൻ്റെ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഫൗണ്ടേഷൻ ഓഫ് സക്സസ്
ഈസ് ആറ്റിറ്റ്യൂഡ് എന്നാണ്. ഇനി ആറ്റിറ്റ്യൂഡിനെ വളരെ നന്നായിട്ട് അദ്ദേഹം ഒരു കോട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. വാട്ട് ഈസ് ഇൻസൈഡ് ഓഫ് us ദാറ്റ് മേക്സ് ഗോ അപ്പ് ഈസ് അവർ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ഉള്ളിൽ നമ്മളെ മുകളിലേക്ക് ഉയർത്തുന്ന എന്തോ ഒരു സാധനമുണ്ട്, അതാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് മനസ്സിലാക്കി തരാൻ ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് പറയാം. ഒരു ചന്തയിൽ ഒരു ബലൂൺ വിറ്റ് ഉപജീവനം നടത്തുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചുവപ്പ്, മഞ്ഞ, നീല, പച്ച എന്നിങ്ങനെ പല നിറങ്ങളിലുള്ള ബലൂൺ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്നു. ബിസിനസ് മന്ദഗതിയിലാകുമ്പോഴെല്ലാം ഇയാളൊരു ട്രിക്ക് ഉപയോഗിക്കും. ആ ഹീലിയം നിറച്ച ബലൂൺ വായുവിലേക്ക് കടത്തിവിടും. ഈ കുട്ടികൾ ഈ ബലൂൺ കാണുന്ന സമയത്ത് അവർക്ക് ഇത് കൊള്ളാമല്ലോ, വാങ്ങിച്ചാൽ കൊള്ളാമല്ലോ, ഇത് മുകളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അവളൊരു ഹാപ്പി ആവുന്ന സമയത്ത് അവരെല്ലാം അത് വാങ്ങിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിൽപ്പന അന്ന് വർദ്ധിക്കുകയും ചെയ്യും. എല്ലാ ദിവസവും വിൽപ്പന എപ്പോൾ മന്ദഗതിയിലാവുമ്പോൾ അദ്ദേഹം ഈ ബലൂൺ ആകാശത്തേക്ക് പറത്തിവിടും. അങ്ങനെ ഒരു ദിവസം ഒരു കൊച്ചു കുട്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അങ്കിൾ, ഈ കളറുള്ള ബലൂണിന് പകരം ഞാനൊരു കറുത്ത ബലൂൺ വായുവിലേക്ക് വിട്ടാൽ അത് പറക്കുമോ? കുട്ടിയുടെ ഉത്കണ്ഠ മനസ്സിലാക്കിയ കുട്ടിയോട് ആ മനുഷ്യൻ സൗമ്യമായി മറുപടി പറഞ്ഞു, അല്ല മോനെ, അതിൻ്റെ നിറമല്ല അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത്, മറിച്ച് അതിൻ്റെ ഉള്ളിൽ നിറച്ച ഹീലിയമാണ് അതിനെ മുകളിലേക്ക് ഉയർത്തുന്നത്. ഹീലിയത്തിന് പകരം വെറും വായു ആയിരുന്നെങ്കിൽ അത് തറയിൽ തന്നെ കിടന്നേനെ. അത് അതിൻ്റെ ഹീലിയമാണ്, അതൊരു കളറല്ല. ഏത് കളറിൽ ആ ഹീലിയം നിറച്ചാലും അത് മുകളിലേക്ക് പറക്കുമെന്ന് പറഞ്ഞു. ശിവകേര തന്നെ തൻ്റെ പുസ്തകത്തിൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് വിശദമാക്കുന്നു. അത് അതിമനോഹരമായ ഈ ഉദാഹരണത്തിലൂടെയാണ്. ഇത് നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റിയോ നമ്മുടെ സമൂഹത്തിലെ വിലയോ പണമോ ഒന്നുമല്ല നമ്മളെ ഉയർച്ചയ്ക്ക് കാരണം, നമ്മളിൽ നിറച്ചിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രമാണെന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ്. നമ്മൾ ഉള്ളിൽ എന്ത് നിറയ്ക്കുന്നു അതാണ് നമ്മളെ ഉയരത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും, ഫൗണ്ടേഷൻ ഓഫ് സക്സസ് ഈസ് ആറ്റിറ്റ്യൂഡ്. ശിവകേര തന്നെ തൻ്റെ പുസ്തകത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എ മാഗ്നറ്റൈസ്ഡ് പീസ് ഓഫ് അയൺ വിൽ ലിഫ്റ്റ് അബൌട്ട് 12 times ഓഫ് ഇറ്റ്സ് ഓൺ വെയ്റ്റ്. ഒരു കാന്തിക ശക്തിയുള്ള ഇരുമ്പ് ദണ്ട് അതിൻ്റെ 12 ഇരട്ടിയുമുള്ള ഭാരം അതിന് പൊക്കാൻ കഴിയുമെന്നാണ്. ബട്ട് ഇഫ് യു ഡീമാഗ്നറ്റൈസ് ദിസ് സെയിം പീസ് ഓഫ് അയൺ ഇറ്റ് വിൽ നോട്ട് ലിഫ്റ്റ് ഈവൻ എ ഫെദർ. അതിൻ്റെ കാന്തിക ശക്തി അതിൽ നിന്നും നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് ഒരു തൂവൽ പോലും പൊക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എ പേഴ്സൺ വിത്ത് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഈസ് ലൈക്ക് എ ഫ്രൂട്ട് ഓഫ് ഓൾ സീസൺസ്. എക്കാലവും നമുക്ക് ഫലങ്ങൾ തരുന്ന ഒരു വൃക്ഷം പോലെയാണ് ഒരു നല്ല ആറ്റിറ്റ്യൂഡുള്ള വ്യക്തി എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പം നമുക്കും ആഗ്രഹം ഉണ്ടാവും അതുപോലെ ആവണം, എക്കാലവും ഫലം നൽകുന്ന ഒരു വൃക്ഷം പോലെ ആവണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പേഴ്സണാലിറ്റി ഓഫ് പീപ്പിൾ വിത്ത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർ എങ്ങനെയുള്ളവരായിരിക്കും എന്നറിഞ്ഞാൽ ഞാൻ ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തിയാണോ, ഞാൻ കാണുന്ന ആൾക്കാരിലൊക്കെ നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ 4 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അതിൽ ആ വ്യക്തിക്ക് എപ്പോഴും ഒരു കെയറിങ് എന്ന ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി അദ്ദേഹത്തിനുണ്ടാവും. എന്തിനും ആൾ കെയർ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഒരു റോഡ് കുറിച്ച് കിടക്കുന്ന സമയത്ത് ഒരാൾ ബുദ്ധിമുട്ടുന്നുണ്ട്, ഒരു കുട്ടിയോ പ്രായമുള്ള ഒരാളോ കിടക്കുന്ന സമയത്ത് അയാൾ എന്ത് തിരക്കിലായിരുന്നു അവരെ സഹായിക്കുന്നു. ഒരു ദുഃഖിതനായിരിക്കുന്ന ഒരാളെ കണ്ടാൽ അയാൾ എന്ത് തിരക്കിലായാലും അയാളെ സമാശ്വസിപ്പിക്കാൻ അയാൾ സമയം കണ്ടെത്തുന്നു. ഇതൊക്കെ ആറ്റിറ്റ്യൂഡ് ഒരുപാട് ഉദാഹരണം പറയാം. അതുപോലെ തന്നെ 1-2 ഉദാഹരണങ്ങളിലൂടെ കെയറിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഈ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി കോൺഫിഡൻ്റ് ആയിരിക്കും എപ്പോഴും. കോൺഫിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യങ്ങളിലെയും തൻ്റെ ഇടത്തോടുകൂടി നേരിടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരാൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുഃഖിതനായിരിക്കുകയാണെങ്കിൽ ഈ സമയം കടന്നു പോകുന്നുള്ള വാക്കുകളും അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണ്, ഇതൊക്കെ എനിക്ക് വേണ്ടതാണ്, ഇതിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ ഉള്ള ഒരു കോൺഫിഡൻറ്റ് ലെവൽ
ആയിരിക്കും ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർക്ക് ഉണ്ടാവുക. മൂന്നാമത്തത് അയാൾ പേഷ്യൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. എപ്പോഴും അദ്ദേഹം ഒരു ശാന്ത സ്വഭാവക്കാരനായിരിക്കും. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അയാൾക്ക് ശാന്തമായി നേരിടാൻ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തി എന്ന് പറയുന്നത്. പിന്നെ അടുത്തതായി നാലാമതായി കാണുന്നത് ഹമ്പിളായിരിക്കും. അയാൾ എപ്പോഴും വിനയവും, നമ്മൾ ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ ഭവ്യതയോടെയും വളരെ വിനയത്തോടുകൂടി സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ 4 ഗുണങ്ങളും, കെയറിങ്, കോൺഫിഡൻറ്റ്, പേഷ്യൻ്റ്, ഹമ്പിൾ, ഈ 4 ഗുണങ്ങളും കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ സമീപിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ ഗുണങ്ങളുള്ള വ്യക്തിയാണ് നിങ്ങൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണ്. ഇനി നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഹൗ ടു ഡെവലപ്പ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്? എനിക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കുറച്ച് കുറവുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അതെങ്ങനെയാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് ആലോചിക്കുന്ന ഒരാൾക്ക് ഹൗ ടു ഡെവലപ്പ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നല്ല മനോഭാവം വളർത്തിയെടുക്കുന്നതിൽ മനഃപൂർവ്വമായ പരിശ്രമവും പരിശീലനവും ആവശ്യമാണ്. ഒരു നല്ല മനോഭാവം വളർത്തിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന ചില പ്രായോഗിക പൊടിക്കൈകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നമ്മൾ മൈൻഡ് പ്ലസിൽ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് സെഷനുകൾ ജോർജ് സാറും ഉണ്ണികൃഷ്ണൻ സാറും നമുക്ക് തരുന്ന തിരിച്ചറിവുകൾ തന്നെയാണ്. പുതുതായിട്ട് ഒരു കാര്യവും ഇതിലില്ല. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അത് അവെയർനെസ്സിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തേത് സെൽഫ് അവെയർനെസ് തന്നെയാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ബോധം നമുക്കുണ്ടാക്കുക. സെൽഫ് അവെയർനെസ്, സ്വയം അവബോധം. നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും കുറിച്ച് അറിഞ്ഞുകൊണ്ട് മാത്രം ഒരു കാര്യം തുടങ്ങുക. നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുകയും ബോധപൂർവം അവയെ വെല്ലുവിളിക്കുകയും ചെയ്യുന്ന നെഗറ്റീവ് ചിന്തകളെ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റുവാൻ ശ്രമിക്കണം. രണ്ടാമത്തത് നമ്മളെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. കൃതജ്ഞത എന്ന് പറയും, പരിശീലിക്കുക. നിങ്ങൾ നന്ദിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഓരോ ദിവസവും സമയമെടുക്കുക. ജീവിതത്തിൻ്റെ നല്ല വശങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അത് സഹായിക്കും. മൂന്നാമത്തേത് പോസിറ്റീവ് സെൽഫ് ടോക്ക്. ഇതിന് ഒരു പുസ്തകം തന്നെ ഡോക്ടർ കൃഷ്ണകുമാർ സാർ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ മൈൻഡ് പ്ലസിലൂടെ കേട്ട കാര്യവുമാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ എങ്ങനെ സംസാരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആന്തരിക സംഭാഷണത്തിൽ പ്രോത്സാഹനജനവും പിന്തുണ നൽകുന്നതുമായ ഭാഷ ഉപയോഗിക്കുക. ദയയോടും അനുകമ്പയോടും കൂടി സ്വയം പെരുമാറുക. നാലാമതായി ഫോക്കസ് ഓൺ സൊല്യൂഷൻസ്. പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം പരിഹാരം കണ്ടെത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ചെയ്യാൻ കഴിയുന്ന മനോഭാവത്തോടെ വെല്ലുവിളികളെ സമീപിക്കുക. തിരിച്ചടികളെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി കാണുക. അഞ്ചാമതായി സറൗണ്ട് യുവർ സെൽഫ് വിത്ത് പോസിറ്റിവിറ്റി. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന പോസിറ്റീവ് ഉള്ള ആൾക്കാരുമായി സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. നിഷേധാത്മകമായി പ്രോത്സാഹിപ്പിക്കുന്ന വാർത്തകളോ മാധ്യമങ്ങളോ പോലുള്ള ഈ നെഗറ്റീവ് സ്വാധീനങ്ങളിലേക്കുള്ള എക്സ്പോഷർ വളരെ കുറയ്ക്കുക, പരിമിതപ്പെടുത്തുക. ആറാമതായി പ്രാക്ടീസ് ഒപ്റ്റിമിസം. ശുഭാപ്തി വിശ്വാസം പരിശീലിപ്പിക്കുക. ഏത് സാഹചര്യങ്ങളിലും വെള്ളി വെളിച്ചം തേടുക എന്നുള്ളതാണ്. പ്രയാസകരമായ സമയങ്ങളിൽ പോലും പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആണ് അടുത്തത്. സ്വയം ശ്രദ്ധിക്കുക. ശാരീരിക ആരോഗ്യം മാനസിക ക്ഷേമത്തെ ബാധിക്കും. അതുകൊണ്ട് ആവശ്യത്തിന് ഉറങ്ങുക, പതിവായി വ്യായാമം ചെയ്യുക, പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുക. ആരോഗ്യമുള്ള ശരീരം പോസിറ്റീവ് മാനസികാവസ്ഥയെ പിന്തുണയ്ക്കുന്നു എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ലേൺ ഫ്രം സെറ്റ്ബാക്സ്. ഹൗ ടു ഹാൻഡിൽ സെറ്റ്ബാക്ക് എന്നൊരു ടോപ്പിക് തന്നെ പലതവണ നമ്മൾ ജോർജ് സാറിൽ നിന്ന് കേട്ടതാണ്. തിരിച്ചടികളിൽ നിന്ന് പഠിക്കുക. പരാജയങ്ങളും തിരിച്ചടികളും പഠന അവസരങ്ങളായി സ്വീകരിക്കുക. വെല്ലുവിളികളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി കാണുന്ന വളർച്ചാ മനോഭാവം സ്വീകരിക്കുക. ഒൻപതാമതായി സെലിബ്രേറ്റ് സക്സസ്. വിജയങ്ങൾ ആഘോഷിക്കുക. നിങ്ങളുടെ നേട്ടങ്ങൾ എത്ര ചെറുതാണെങ്കിലും അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുക. നിങ്ങളുടെ നേട്ടങ്ങൾ തിരിച്ചറിയുന്നത് ആത്മാഭിമാനം വർദ്ധിപ്പിക്കുകയും പോസിറ്റീവ് വീക്ഷണത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇനി 10ാമത്തത് നമ്മളെപ്പോഴും എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്
മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ ദിനചര്യയിൽ ധ്യാനം അല്ലെങ്കിൽ ആഴത്തിലുള്ള ശ്വസന വ്യായാമങ്ങൾ പോലുള്ള മൈൻഡ്ഫുൾനെസ് ടെക്നിക്കുകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അവബോധം വളർത്തിയെടുക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും ഈ മൈൻഡ്ഫുൾനെസ് സഹായിക്കും. ഈ 10 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് പരിപാലിക്കുകയാണെങ്കിൽ നമ്മളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയായി മാറും. ഇനി ഈ പോസിറ്റീവ് വ്യക്തി ആയി മാറിയത് കൊണ്ട് എന്താണ് നമുക്കതിനുള്ളൊരു ഗുണം? ബെനിഫിറ്റ്സ് ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഫോർ ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയാൽ എന്തെങ്കിലും അദ്ദേഹം കിട്ടണമല്ലോ. അപ്പോൾ അത് എന്താണ്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് അയാൾക്ക് കിട്ടാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, മേക്ക് ഫോർ പ്ലീസിങ് പേഴ്സണാലിറ്റി. സന്തോഷിപ്പിക്കുന്ന വ്യക്തിത്വം എന്ന് പറയും. ഒരു നല്ല മനോഭാവമുള്ളവർ ആരെയും സന്തോഷിപ്പിക്കുന്ന ഒരു സ്വഭാവ ഗുണമുള്ളവരായിരിക്കും. ഇത്തരം വ്യക്തികളുടെ സ്വഭാവം പലപ്പോഴും നമുക്ക് ശുഭാപ്തി വിശ്വാസവും ഉത്സാഹവും ഒക്കെ ഉണ്ടാക്കും. അത് മറ്റുള്ളവരെ ആകർഷിക്കുകയും നല്ല ഒരു മതിപ്പ് അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടാവുകയും ചെയ്യും. രണ്ടാമത്, ഈസ് എനർജൈസിങ്. ഒരു എനർജി ബൂസ്റ്റർ ആയിരിക്കും ഇവർ. ഇത്തരക്കാരുടെ പോസിറ്റിവിറ്റി കൊണ്ട് തൻ്റെ ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് ഒരു ഊർജം പകരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആറ്റിറ്റ്യൂഡ് ഉള്ളവരുടെ കൂടെ ചെലവഴിക്കുന്നത് ഏത് സമ്മർദ്ദങ്ങളെയും ഏത് വെല്ലുവിളികളെയും തരണം ചെയ്യാനും ഇത്തരക്കാരുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം തന്നെയായിരിക്കും. മൂന്നാമതായി, ഇൻക്രീസ് യുവർ എൻജോയ്മെന്റ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ മെച്ചപ്പെട്ട ആസ്വാദനം ചെയ്യുന്നവരായിരിക്കും ഇവർ. പോസിറ്റിവിറ്റി ജീവിതത്തിൻ്റെ മൊത്തത്തിലുള്ള ആസ്വാദനം വർദ്ധിപ്പിക്കുന്നു. ഇക്കൂട്ടർ നെഗറ്റിവിറ്റിയിൽ നിന്ന് മാറി എപ്പോഴും ഒരു പോസിറ്റീവ് വശങ്ങളെ കേന്ദ്രീകരിക്കാൻ അവർ അനുവദിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിതത്തിൽ കൂടുതൽ സംതൃപ്തിയും സന്തോഷവും ഒക്കെ ഉള്ളവരായി കാണപ്പെടും, നല്ല ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികൾ. ഇനി നാലാമതായി, ഇൻസ്പയർ അതേഴ്സ് അറൗണ്ട് യു. മറ്റുള്ളവർക്ക് പ്രചോദനവും കൂടിയാണ്. പോസിറ്റീവ് മനോഭാവം ഒരു പകർച്ചവ്യാധി പോലെയാണെന്ന് പറയാം. പോസിറ്റീവ് മനോഭാവമുള്ള വ്യക്തികളെ കാണുമ്പോൾ മറ്റുള്ളവരിലേക്കും ആത്മവിശ്വാസവും ഈ പ്രോത്സാഹനജനകമായ ഒരു അന്തരീക്ഷവും വളർത്തിയെടുക്കാൻ ഈ ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികൾ, അത് നമുക്ക് എപ്പോഴും ജീവിതത്തിൽ കണ്ടാലും മനസ്സിലാവും. നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തി നമ്മളിലേക്ക് കടന്നു വരുമ്പോഴേക്കും നമുക്ക് എന്ത് പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും അപ്പോഴേക്കും അവർ ആത്മവിശ്വാസവും പ്രോത്സാഹനവും ഒക്കെ നമുക്ക് അറിയാതെ നമ്മളിലേക്ക് വരുന്നത് നമുക്ക് പലപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റും. അഞ്ചാമത്തത്, ഹോപ്പ് ഹെൽപ്സ് ബിക്കം എ കോൺട്രിബ്യൂട്ടിംഗ് മെമ്പർ ഓഫ് ദി സൊസൈറ്റി. സമൂഹത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവന വളരെ വലുതായിരിക്കും. പോസിറ്റീവ് മനോഭാവമുള്ള വ്യക്തികൾ സമൂഹത്തിന് ക്രിയാത്മകമായി സംഭാവന ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ള വ്യക്തികളാണ്. അവർ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും മറ്റുള്ളവരെ ഏത് കാര്യത്തിനും പിന്തുണയ്ക്കാനും പോസിറ്റിവിറ്റി പ്രചരിപ്പിക്കാനും പ്രവണത കാണിക്കും. അങ്ങനെ സാമൂഹിക ഘടനയെ തന്നെ അവർ മാറ്റിമറിക്കും എന്നുള്ളതാണ്. അവർ ആ സാമൂഹിക ഘടനയെ അവർ സമ്പന്നമാക്കുകയും ചെയ്യും. ഇനി ഇതൊരു ജോലി ചെയ്യുന്ന ഒരാൾ ഒരു ഓർഗനൈസേഷനിലാണ് ഈ ആറ്റിറ്റ്യൂഡുള്ള വ്യക്തി ആണെങ്കിൽ എന്തൊക്കെയാണ് അവർക്കുണ്ടാകുന്ന ബെനിഫിറ്റ്സ്, ആ ഓർഗനൈസേഷൻ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ആറ്റിറ്റ്യൂഡ് വ്യക്തിയാണ് അവിടെ ജോലി ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രൊഡക്ടിവിറ്റി വളരെ ഹൈ ആയിരിക്കും. എന്താ വെച്ചാൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ മൈന്യൂട്ടായിട്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും നേരത്തെ പറഞ്ഞ എല്ലാ സ്വഭാവ ഗുണങ്ങളോടുകൂടി ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫോസ്റ്റർ ടീം വർക്ക്. അവിടെ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും നല്ലതോ ചീത്തയോ എന്ത് പ്രശ്നങ്ങളോ എന്തുണ്ടായാലും അവർ ആ ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയായിരിക്കും, ഒരു ടീമോട് കൂടിയായിരിക്കും കാര്യങ്ങൾ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. മൂന്നാമത് സോൾവ് പ്രോബ്ലംസ്. അവർ ഈ ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളായിരിക്കും ഏത് കാര്യങ്ങളിൽ ഇടപെട്ട് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അവരിടപെട്ട് അത് സോൾവ് ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് പലപ്പോഴും കാണാം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ആരും അറിയാത്ത ഒരാൾ വന്നിട്ട് അതിൻ്റെ അടുത്ത് മധ്യസ്ഥം പറഞ്ഞ് ആ വ്യക്തികളെ രണ്ട് ഭാഗത്താക്കി അവരെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളുള്ളതാണ്. മേക്സ് പ്ലസന്റ് അറ്റ്മോസ്ഫിയർ. ഈ ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികൾ ആ സ്ഥാപനത്തിൽ ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതിപ്പോൾ കസ്റ്റമർ വരുന്നതായാലും അല്ലെങ്കിൽ ഒരു സർവീസ് കൊടുക്കുന്നതായാലും ഒക്കെ ഏത് ഭാഗത്ത് നോക്കിയാലും അദ്ദേഹം അവിടെ ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ, നല്ല ബിഹേവിയർ ആയിരിക്കും. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ഈ ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തികൾ നമുക്ക് കാണാൻ സാധിക്കും. ബ്രീഡ്സ് ലോയൽറ്റി. വിശ്വാസത വളർത്തും. അപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഈ
പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയറിന് കൂടെ തന്നെ അവർക്ക് അതിൻ്റെ വിശ്വാസത നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനും അവർക്ക് പറ്റും. ഈ വിശ്വാസത എന്ന് പറയുന്ന സമയത്ത് നല്ല ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളിൽ നമ്മൾ ഒരു കൊളീഗ്സിൻ്റെ അടുത്തായാലും സുപ്പീരിയർ ഓഫീസറുടെ അടുത്തായാലും ക്ലയൻസിൻ്റെ അടുത്തായാലും ഏത് രീതിയിലായാലും നല്ല സർവീസുകൾ കൊടുത്തും നല്ല രീതിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കും. ഏത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷത്തെയും അവർ പുഷ്പം പോലെയാക്കും. ഇങ്ങനെയുള്ള ആ സന്ദർഭങ്ങളിൽ ഒരു വിശ്വാസത ജനങ്ങളിൽ സൊസൈറ്റിയിൽ വർദ്ധിപ്പിക്കാനും ഈ നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളെ കൊണ്ട് സാധിക്കും. ഇനി ഇൻക്രീസ് പ്രോഫിറ്റാണ്. നേരത്തെ പറഞ്ഞ ഗുണങ്ങളൊക്കെ മതി ശരിക്കും ഇൻക്രീസ് പ്രോഫിറ്റ് എന്ന് പറയാൻ. ഒരു സ്ഥാപനം നഷ്ടത്തിൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം അവിടെയുള്ള ജീവനക്കാർക്ക് നല്ല ആറ്റിറ്റ്യൂഡ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ബിസിനസ്സുകാർ നമ്മളെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് എൻ്റെ ബിസിനസ് മോശമാവുന്നത് അല്ലെങ്കിൽ എനിക്ക് നഷ്ടം വരുന്നത് എന്തുകൊണ്ടാണ്? ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമുക്ക് നല്ലൊരു പോസിറ്റീവ് ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും സമൂഹത്തിലായാലും അവിടെയെല്ലാം അതിൻ്റെ ഗുണം കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ലോസ് പോകാനുള്ള ഒരു പ്രധാന കാരണം നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഒരു ടീം വർക്കായിട്ട് ചെയ്യുന്നതിലും പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലും ഇങ്ങനെ പ്ലസൻറ്റ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിലും നല്ല കസ്റ്റമറെ ബിൽഡ് ചെയ്യുന്നതിലൊക്കെ നല്ല ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തതിൻ്റെ കുറവാണ്. അവരൊക്കെ ആർക്കോ വേണ്ടി ശമ്പളം വാങ്ങാൻ വേണ്ടി വന്നു പോകുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കി നല്ല ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരെ കൊണ്ടുവരിക. നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഏറ്റവും കൂടുതൽ നല്ല ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളായിരിക്കും ആ സ്ഥാപനത്തിൽ ഉണ്ടാവുക. ഫോസ്റ്റർ ബെസ്റ്റ് റിലേഷൻഷിപ്പ്. ഈ ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളിൽ തന്നെ ആ കമ്പനിയോടുള്ള ക്ലയൻസിൻ്റെ എണ്ണം വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ബെസ്റ്റ് റിലേഷൻഷിപ്പ്. അവരെ കൃത്യമായിട്ട് ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമാണ് നല്ല ക്ലയൻസിനൊക്കെ ബർത്ത്ഡേ ഒക്കെ വരുന്നപ്പോൾ ഒരു മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ അവരെ ഇടയ്ക്കൊന്ന് വിളിച്ചു നോക്കുക, അവരെ ഫോളോ അപ്പ് നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടി നല്ലൊരു ബെസ്റ്റ് റിലേഷൻഷിപ്പും ഇവർക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ സ്ഥാപനത്തിലോ നമ്മുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ ഒരു സ്ട്രെസ്സും ഉണ്ടാവില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ സ്ട്രെസ്ഫുള്ളായി കാണാറുണ്ട്. പലപ്പോഴും ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുന്ന അനുഭവങ്ങളൊക്കെ സൃഷ്ടിക്കാറുണ്ട്. പക്ഷേ നല്ല ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികൾ കൂടുതലുണ്ടെങ്കിൽ അവിടെ സ്ട്രെസ് ഉണ്ടാവുകയില്ല. ഏറ്റവും നല്ല അന്തരീക്ഷം അവർക്ക് സൃഷ്ടിക്കാൻ കഴിയും. അപ്പോൾ നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി, നമ്മൾ ഏത് 4 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 10 കാര്യങ്ങൾ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നതോട് ഉൾപ്പെടെയുള്ള 10 കാര്യങ്ങൾ നമ്മൾ ദിവസവും നിത്യവും പഠിക്കുന്ന ആ കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനും അല്ലെങ്കിൽ നമ്മൾ ജീവിതവും എല്ലാം വളരെ സക്സസ്ഫുള്ളായ നിലയിലേക്ക് ഉയരും എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാതലായ വശം എന്താണെന്ന് നോക്കാം. ഫൗണ്ടേഷൻ ഓഫ് സക്സസ് ഈസ് ആറ്റിറ്റ്യൂഡ്. നല്ല ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയായി മാറുക, നമ്മളെ അടിത്തറ ഉറപ്പുവരുത്തുക, വിജയം കൈവരിക്കുക. താങ്ക് യു. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ധ്യാനത്തിലൂടെ നമുക്കത് ഉൾക്കൊള്ളാം. Gently close your eyes. നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും റിലാക്സ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അങ്ങനെ നമ്മുടെ ശരീരം മുഴുവനായി റിലാക്സ് ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ മനസ്സും ഏകാഗ്രതയിലേക്ക് മൂവ് ചെയ്യപ്പെടും. അതിനായി നമ്മളുടെ ശരീരത്തിലെ അവയവങ്ങൾ നമ്മൾ റിലാക്സ് ചെയ്യുവാൻ പോവുകയാണ്. ആദ്യമായി നമ്മളുടെ വലത് കാലിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. ആ ഭാഗം മുഴുവനായും റിലാക്സ് ചെയ്യപ്പെടുന്നതായി സങ്കല്പിക്കുക.
ഇനി ശ്രദ്ധയെ ഇടതു കാലിലേക്ക് കൊണ്ടുവരിക. ആ ഇടത് കാൽ മുഴുവനായും റിലാക്സ് ചെയ്യപ്പെടുന്നതായി സങ്കല്പിക്കുക. ഇനി ശ്രദ്ധയെ വയറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. വയറിൻ്റെ ഭാഗമെല്ലാം റിലാക്സ് ആവുന്നതായി സങ്കല്പിക്കുക. റിലാക്സ്, റിലാക്സ്. ഇനി ശ്രദ്ധയെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. നെഞ്ചിൻ്റെ ഭാഗം മുഴുവനായും റിലാക്സ് ചെയ്യുന്നതായി സങ്കല്പിക്കുക. അതുപോലെ തന്നെ നമ്മുടെ 2 കൈകളും റിലാക്സ്, റിലാക്സ്, റിലാക്സ്. നമ്മളെ കഴുത്തും അപ്പർ ഷോൾഡേഴ്സ്, ഷോൾഡർ ബ്ലേഡ് എല്ലാം റിലാക്സ്. ഇനി മുഖത്തെ പേശികളും അവയവങ്ങളും റിലാക്സ്. തലയുടെ ഉൾഭാഗവും മുകൾ ഭാഗവും റിലാക്സ്. റിലാക്സ്. ഇപ്പോൾ നാം അടി മുതൽ മുടി വരെയുള്ള ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും റിലാക്സ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ റിലാക്സ് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിൻ്റെ ശാന്തമായ അവസ്ഥയെ നോക്കിക്കാണുക. ഇനി ശ്രദ്ധയെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ അനുഭവപ്പെടുന്ന തണുപ്പും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ അനുഭവപ്പെടുന്ന ചൂടും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. A beautiful experience. Inhale and exhale. ശ്വസിക്കുന്ന സമയത്ത് നിശ്വാസങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ചിന്തകൾ കടന്നു വരുമ്പോൾ അതും ശ്രദ്ധിക്കുക. ഈ മൈൻഡ് പ്ലസിൽ ഇരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഒരു കടൽ തീരത്തേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മളെല്ലാവരും, എല്ലാ മൈൻഡ് പ്ലസിലുള്ള എല്ലാ മെമ്പേഴ്സും ഒരു കടൽ തീരത്തെ മണലിൽ ഇരിക്കുന്നതായി സങ്കല്പിക്കുക. അന്യോന്യം സൗഹൃദങ്ങൾ പങ്കുവെക്കുന്നതായി മനസ്സിൽ കാണുക. അതിമനോഹരമായ അന്തരീക്ഷം. വൈകുന്നേരം ഇളം വെയിൽ മാത്രമുള്ള ഒരു സുന്ദരമായ കാലാവസ്ഥ. വെള്ളിമേഘങ്ങൾ അന്തരീക്ഷത്തിൽ കാണാം. ആ കടലിലെ ഓളങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. ചക്രവാളത്തിലെ നീലിമ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നു. അപ്പോഴാണ് ഒരിളം കാറ്റ് നിങ്ങളിലേക്ക് വീശിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ തലോടുമ്പോഴുണ്ടാകുന്ന സുന്ദരമായ അനുഭവം. ബ്യൂട്ടിഫുൾ. നമ്മളേതോ ഒരു പുതിയ തലത്തിലേക്ക് അത് കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സാവധാനം സന്ധ്യയാവുന്ന സമയത്ത്
ചക്രവാളങ്ങളിൽ ചുവപ്പ് പ്രത്യക്ഷപ്പെടുന്നു. സൂര്യൻ അസ്തമിക്കുന്നത് നമ്മൾ കാണുന്നു. പറവകൾ ആകാശത്തിലൂടെ ചേക്കേറുന്നതും കൂടണയാൻ പോകുന്നതും നമ്മൾ ശ്രദ്ധിക്കുന്നു. ഇരുട്ടുമ്പോൾ നക്ഷത്രങ്ങളും പൂർണ്ണചന്ദ്രനും ആകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിമനോഹരമായ കാഴ്ച. അപ്പോഴും നമുക്ക് സുഖം തരുന്ന ആ ഇളം കാറ്റ് നമ്മളെ തലോടിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ കൂടെ ഇരിക്കുന്നവരെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, നമുക്ക് സന്തോഷം തരുന്നവരാണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ മനസ്സിനെ അതീവ സന്തോഷമുള്ള ഒരു തലത്തിലേക്ക് ഉയർത്തുന്നതായി സങ്കല്പിക്കുക. നമ്മളെല്ലാവരും നല്ല ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളായി മാറുന്നതായി സങ്കല്പിക്കുക. നമ്മൾ മനസ്സിലാക്കി വാട്ട് ഈസ് ഇൻസൈഡ് ഓഫ് us ദാറ്റ് മേക്സ് us go up is our attitude. ഞങ്ങളെല്ലാവരും നല്ല പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളായി മാറുന്നു. അവർക്കുള്ള 4 ഗുണങ്ങളും നമ്മളിലേക്ക് പ്രവേശിക്കുന്നതായി മനസ്സിൽ കാണുക. നല്ല കെയറിംഗ് ഉള്ള വ്യക്തിയാണ്, എപ്പോഴും കോൺഫിഡൻ്റ് ഉള്ള ഒരു വ്യക്തിയായി മാറുന്നു. എല്ലാ കാര്യങ്ങളും വളരെ ശാന്തമായി പെരുമാറാൻ, പേഷ്യൻ്റായിട്ട് പെരുമാറാൻ എനിക്ക് സാധിക്കുന്നു. വിനയമുള്ളവരായി ഞാൻ മാറുന്നു. കെയറിംഗ്, കോൺഫിഡൻറ്റ്, പേഷ്യൻ്റ്, ഹംബിൾ, ഈ 4 ഗുണങ്ങളും എന്നിലേക്ക് പ്രപഞ്ചം ഒരുക്കുന്നു. നല്ല മനോഭാവം വളർത്തിയെടുക്കുന്നതിൽ മനഃപൂർവമായ പരിശീലനം ആവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു നല്ല മനോഭാവം വളർത്തിയെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് മനസ്സിലാക്കി. ചിന്തകളെയും വികാരങ്ങളെയും കുറിച്ച് അറിഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഒരു കാര്യം പ്രവർത്തിക്കുന്നു. കൃതജ്ഞത, നന്ദി, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പതിവായി പരിശീലിക്കുന്നു. ജീവിതത്തിൻ്റെ നല്ല വശങ്ങളിലേക്ക് എപ്പോഴും ശ്രദ്ധയെ തിരിക്കാൻ എനിക്ക് സാധിക്കുന്നു. ആന്തരിക സംഭാഷണത്തിൽ പ്രോത്സാഹനജനകവും പിന്തുണ നൽകുന്നതുമായ ഭാഷ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നു. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം പരിഹാരം കണ്ടെത്തുന്നതിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന പോസിറ്റീവ് ചിന്താഗതികളുമായുള്ള ആൾക്കാരുമായി എനിക്ക് സമയം ചെലവഴിക്കാൻ സാധിക്കുന്നു. ഏത് സാഹചര്യങ്ങളെയും പ്രയാസകരമായ സമയങ്ങളിൽ പോലും പ്രതീക്ഷയും ശുഭാപ്തി വിശ്വാസവും കൈവിടാതെ നിലനിർത്താൻ എനിക്ക് സഹായിക്കും. എനിക്ക് എന്നെ തന്നെ ശ്രദ്ധിക്കാൻ എനിക്ക് കഴിയുന്നു. ടേക്ക് കെയർ ഓഫ് മൈസെൽഫ്. ഞാൻ ആവശ്യത്തിന് ഉറങ്ങുന്നു, പതിവായി വ്യായാമം ചെയ്യുന്നു, പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നു. അതുവഴി ഞാൻ ആരോഗ്യമുള്ള പോസിറ്റീവ് മാനസികാവസ്ഥയെ പിന്തുണയ്ക്കുന്നു. എല്ലാ പരാജയങ്ങളിൽ നിന്നും തിരിച്ചടികളിൽ നിന്നും അതൊരു പഠന അവസരങ്ങളായി ഞാൻ സ്വീകരിക്കുന്നു. വെല്ലുവിളികളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളായി കാണുന്ന വളർച്ചാ മനോഭാവം സ്വീകരിക്കും. അതിനെനിക്ക് കഴിയുന്നു. എൻ്റെ നേട്ടങ്ങൾ എത്ര ചെറുതാണെങ്കിലും അത് അംഗീകരിക്കാനും ആഘോഷിക്കാനും എനിക്ക് സാധിക്കും. എൻ്റെ ദിനചര്യയിൽ ധ്യാനം അല്ലെങ്കിൽ ശ്വസന വ്യായാമം ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും മൈൻഡ്ഫുള്ളായി എനിക്ക് ചെയ്യുവാൻ സാധിക്കുന്നു. അങ്ങനെ ഞാൻ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള നല്ലൊരു വ്യക്തിയായി മാറുന്നു.
എൻ്റെ കൂടെ പിറപ്പാണ് കെയറിങ്, കോൺഫിഡൻറ്റ്, പേഷ്യൻറ്റ്, ഹംബിൾ. ഇനി സാവധാനം നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്നും ബോധ മനസ്സിലേക്ക് സാവധാനം കടന്നു വരുന്നതായി സങ്കല്പിക്കുക. അതിനായി കൈകാലുകൾ പതുക്കെ ചലിപ്പിക്കുക. കഴുത്ത് 2 ഭാഗത്തേക്കും തിരിച്ചതിന് ശേഷം 2 കൈകളും സാവധാനം റബ്ബ് ചെയ്ത് ചൂട് അനുഭവപ്പെടുന്ന സമയത്ത് മുഖത്തും കണ്ണിലും ശരീരത്തിലും തടവിയ ശേഷം സാവധാനം കണ്ണുകൾ തുറന്ന് നമ്മുടെ മൈൻഡ് പ്ലസിലിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല നമസ്തേ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം. താങ്ക് യു. താങ്ക് യു സോ മച്ച് അജിത് കുമാർ സർ. ഫൗണ്ടേഷൻ ഓഫ് സക്സസ്. ശരിക്കും സ്വന്തം ജീവിതമാണ് സെഷനിലൂടെ നമുക്കിന്ന് അജിത് സാർ പറഞ്ഞു തന്നത്. പ്രത്യേകിച്ചും ആറ്റിറ്റ്യൂഡിൻ്റെ വിഷയങ്ങൾ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണല്ലോ ശരിക്കും എല്ലാം, അല്ലേ? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിന്നും ഏറ്റവും വലിയ നേട്ടം എന്തായിരിക്കും വെച്ചാൽ നമുക്ക് മനഃശാന്തി ഉണ്ടാവുക. പിന്നെ അവർ ആറ്റിറ്റ്യൂഡ് ഇസ് പോസിറ്റീവ്, വി വിൽ ബി ഹാപ്പി. ഓഫ് കോഴ്സ് അതേഴ്സ് വിൽ ബി ഹാപ്പി ടു. മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ട് ധന്യമാക്കിയ ഒരു മെഡിറ്റേഷൻ സെഷനും അല്ലേ? ഇന്ന് തുടക്കത്തിലുള്ള നമ്പീശൻ സാറിൻ്റെ ഇൻട്രോവും അസി മാമിൻ്റെ റിവ്യൂ എല്ലാം കൂടെ കൂടിയ സമയത്ത് ഇന്നത്തെ സെഷൻ അതിമനോഹരമായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ചാറ്റ് വിൻഡോ ഓപ്പൺ ആണ്. ഹാൻഡ് റൈസ് ചെയ്യാം. ഓരോരുത്തർക്കും അഭിപ്രായങ്ങൾ പറയാം. പുതിയ ടേക്ക് അവേസ് വല്ലതും ഉണ്ടെങ്കിൽ പറയാം. യെസ്, മേരി മാം. എല്ലാവർക്കും നമസ്കാരം. ഈ മൈൻഡൊക്കെ വന്നതിന് മുന്നേ ഒരു മാസത്തിന്റെ അവസാനം, ഒരു മാസത്തിന്റെ ആദ്യം പേടി ഭയാനകമായിരുന്നു. കാരണം ഞാനൊരു ആദ്യമായിട്ടാണ് പടം, അതുപോലെ തന്നെ ഈ ടാർഗറ്റ്, ഇതൊക്കെ എന്തോ നമുക്ക് ജീവിതം തന്നെയായിരുന്നു. പക്ഷെ മൈൻഡൊക്കെ വന്ന ഒരു ജൂൺ മാസം ഞാൻ വന്നത് 2022. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ എത്ര സംഭവിച്ചു. ഇപ്പൊ ലാസ്റ്റ് ദിവസമാണ് ഞാൻ എന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. കൂടാതെ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഏറ്റവും വലിയ മനഃശാന്തിയിലൂടെയാണ് ഇത് സാധിച്ചതെന്നുള്ളതാണ്. ഈ മനഃശാന്തി അല്ലെങ്കിൽ ശരീരശാന്തി ഉണ്ട്. പിന്നെ എല്ലാത്തിന്റെ രീതിയിലും എന്തിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് എനിക്ക് പോകാനായിട്ട് ഞാനും സന്തോഷിച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ അതെനിക്ക് വേണ്ട മൈൻഡ്സിനെ ഒത്തിരി നന്ദി. സാർ സംസാരിക്കുന്ന. താങ്ക് യു മേരി മാം. നമുക്ക് കുറേ കാലമായിട്ട് ഏറ്റവും കൂടുതൽ പരിചയമുള്ള വ്യക്തികളിൽ ഒരാളാണ് മാരി പീറ്റർ. വളരെ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. നമുക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിൽ നിന്നും വളരെ റിലാക്സ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് വരികയും അത് മാരി മാമിൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെയാണെന്ന് ഞാൻ പറയാം. നമ്മളെ മൈൻഡ് പ്ലസിലുള്ള മെമ്പേഴ്സിനോട് തന്നെയുള്ള നമ്മുടെ പെരുമാറ്റങ്ങളും അവരെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളും ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവരെ എംപ്ലോയീസിനൊക്കെ ഉള്ള വർക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അവർ നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയായി മാറി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഡെവലപ്മെൻ്റ് എല്ലാം കാണുന്നുമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ശ്രീ ജയദീപ് പിള്ളെ. നമസ്കാരം. ഇന്നത്തെ സെഷനിലൂടെ, അജിത് സാറിൻ്റെ സെഷനിലൂടെ ഒരു കാര്യം മനസ്സിലായി. മുറ്റത്തെ മുല്ലയ്ക്കും മണമുണ്ട്. എസ്പെഷ്യലി അത് പറയാനുള്ളത് ഒരു ഇന്ത്യൻ ഓഥറിൻ്റെ റെഫറൻസ് കൊടുത്തുകൊണ്ടാണ്. ഐ എം സോ ഹാപ്പി ടു relate to the concepts. Thank you so much. And also the accompanying music was really wonderful with the meditation and enhancing the meditation. Thank you, sir. Thank you. താങ്ക് യു ജയദീപ് സാർ. സാറും നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണെന്ന് പലപ്പോഴും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം കൂടിയാണ്. താങ്ക് യു സോ മച്ച്. നല്ല നല്ല ടിപ്സുകളൊക്കെ ഈ ഫീഡ്ബാക്ക് സെഷനിൽ തരുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. താങ്ക് യു സോ മച്ച്. അമിത.
ഗുഡ് മോർണിംഗ് സർ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അജിത് സാറ് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, നല്ലൊരു ക്ലാസ് ആണ് സാറിൻ്റെ, നല്ല മെഡിറ്റേഷൻ. പിന്നെ അജിത് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള, എന്ന് വെച്ചാൽ നമുക്ക് എന്തൊരു കാര്യത്തിന് ചെന്ന് ചോദിച്ചാലും എപ്പോഴും ഉപദേശങ്ങൾ, എപ്പോഴും നല്ല 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 രീതി, പ്രത്യേകിച്ച് ഗ്രാറ്റിറ്റ്യൂഡിന്റെ കാര്യം, ഏതൊരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും കിട്ടുന്ന ഒരു വ്യക്തിയാണ്. അതെല്ലാം എനിക്ക് തോന്നുന്നു 24 hours നമുക്ക് അവൈലബിൾ ആണെന്ന് മനസ്സിന് തോന്നിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല, കാരണം അത് അത്രയും പാഠങ്ങളാണ്, കേട്ടിരിക്കുക എന്ന് മാത്രമേ തോന്നിയുള്ളൂ. ഇത് ഫോളോ ചെയ്യാന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും വേറെ പറയാനായിട്ട് തോന്നുന്നില്ല. ഒത്തിരി നന്ദിയുണ്ട്. ആ നന്ദി പറയാനാണ് ഞാൻ കൂടുതലും വന്നത്. മെഡിറ്റേഷൻ സൂപ്പർ ആയിരുന്നു. ആ മ്യൂസിക്കിൽ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് മയങ്ങിയും തോന്നി. അത്ര നല്ല രസമായിരുന്നു, സൂപ്പർ ആയിരുന്നു. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു അമിത മാം. നല്ല സെഷനാണെന്ന് അറിഞ്ഞാലും നല്ല മെഡിറ്റേഷൻ വളരെ യൂസ്ഫുള്ളായി എന്ന് അറിഞ്ഞാലും വളരെ സന്തോഷം. ഞാൻ ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളെ നമ്മൾ വാച്ച് ചെയ്യാറുണ്ട്, അതിന് നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയും കൂടിയാണ് അമിത മാം. താങ്ക് യു സോ മച്ച്. അഡ്വക്കേറ്റ് വിൻസെന്റ് ജോസഫ് സാർ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഈ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നന്ദി വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് എനിക്ക് തന്നെ ഒരു മനസ്സാക്ഷി കുത്തുണ്ടാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം പറയുകയാണ്. അജിത് കുമാർ സാറിന്റെ ഇടയ്ക്ക് എപ്പോഴും വരുമ്പോൾ എന്തെങ്കിലും ഒരു നോവൽറ്റി ഉണ്ടാവും സാറിന്റെ സെഷൻ. നല്ലൊരു സെഷൻ, ഇടയ്ക്ക് സാർ എന്ത് വന്നാലും അതിന് പ്രത്യേകത ഉണ്ടെന്നുള്ള ഒരു യുണീക്നെസ് ഉണ്ട്. നല്ലൊരു സെഷൻ ആയിരുന്നു. ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ്. അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ഡിസൈഡ്സ് യുവർ ആൾട്ടിറ്റ്യൂഡ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സാറിന്റെ സെഷൻസ്, താങ്ക് യു വെരി മച്ച് അജിത് കുമാർ സാർ ഫോർ എ ഫാബുലസ് സെഷൻ. ബാക്ക് ടു യു. Thank you, Vincent sir, for your beautiful feedback. Thank you. നമ്പീശൻ സാർ എന്തോ ആഡ് ചെയ്യാണ്ടോ സംശയം. അജിത് കുമാർ സാറിന് ഈ അമിത പറഞ്ഞ പോലെയാണ് അവൈലബിൾ ആവുക എന്നുള്ളത്. അതായത് ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുകയും അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യുകയും അത് നേടി എന്നുള്ളത് അദ്ദേഹവും മനസ്സിലാക്കുന്നു, ബാക്കിയുള്ളവരും മനസ്സിലാക്കുന്നു. അത് തന്നെ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഓപ്പൺ ബുക്ക്. അതുപോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം മൈൻഡ് പ്ലസ് മെമ്പേഴ്സ് വരികയാണെങ്കിലോ അല്ലെ അവർക്കൊരു കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിലോ ഇദ്ദേഹത്തെ അജിത് കുമാർ സാറിനെ വിളിക്കുകയാണെങ്കിൽ ഹീസ് അവൈലബിൾ. അത് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളിൽ പലർക്കും അത് സാധിച്ചു എന്ന് വരില്ല. എന്താ വെച്ചാൽ പല പല കാരണങ്ങളാൽ പല കമ്മിറ്റ്മെന്റും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് അജിത് കുമാർ സാറിന്. എങ്കിലും ഹി ഫൈൻഡ്സ് ടൈം ടു സപ്പോർട്ട് അതേഴ്സ് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അതും ഇതില് ഈ ആറ്റിറ്റ്യൂഡിന്റെ കാര്യത്തിൽ ഒന്ന് ആഡ് ചെയ്യാം. സാറിന് വേണമെങ്കിൽ എന്നല്ല, അത് എല്ലാവർക്കും അനുഭവമുള്ളതാണ്. അതിപ്പോ എന്ത് കാര്യം ആയിക്കോട്ടെ മൈൻഡ് പ്ലസ് വൈയിൽ ബന്ധപ്പെട്ടത് അത് അവിടെ എടുത്തിരിക്കും. ഓക്കെ, ഐ ആം ദർ. അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച് സർ. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. അതുക്കും മേലെയാണ് മെഡിറ്റേഷൻ. താങ്ക് യു. അതാണ് ഹാൻഡ് റൈസ് ചെയ്യാൻ ആൾക്കാർ ഇങ്ങനെ മടിച്ച് വരുന്നത്. ഈ മെഡിറ്റേഷൻ സൂപ്പർ ആയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ സർ, താങ്ക് യു. കൺഗ്രാജുലേഷൻ. താങ്ക് യു സുരേഷ് സാർ. നമുക്ക് ആറ്റിറ്റ്യൂഡിൻ്റെ മാർക്ക് ഇടുകയാണെങ്കിൽ അത് സുരേഷ് സാറിനായിരിക്കും ഏറ്റവും കൂടുതലുള്ളത്. താങ്ക് യു സോ മച്ച്. നമ്മളെ മൈൻഡ് പ്ലസിൻ്റെ ചുക്കാൻ പിടിക്കുന്നത് സാറല്ലേ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ശ്രീ ഗഗനൻ. ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. സാർ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. അജിത് സാറാണ് എന്നെ ഈ മൈൻഡ് പ്ലസിന്റെ ഹൃദയവീഥിയിലേക്ക് സ്വാഗതം ചെയ്തത്, കൊണ്ടുവന്നത്. അപ്പം അജിത് കുമാർ സാറിന്റെ ഒരു സെഷന് അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിച്ചില്ലെങ്കിൽ അത് നന്ദികേടാകും എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് സംസാരിക്കുകയാണ്. വളരെ ഗംഭീരമായിരുന്നു സാർ സെഷൻ. സാറിന്റെ ആറ്റിറ്റ്യൂഡ് പോലെ തന്നെ അതിമനോഹരം ആക്കുവാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ സാർ ഫൗണ്ടേഷൻ ഓഫ് സക്സസ് എന്ന് പറഞ്ഞെങ്കിലും ഫൗണ്ടേഷനെ പറ്റി വളരെ കുറെ നേരം സംസാരിച്ചെങ്കിലും സക്സസ് എന്നത് എല്ലാവർക്കും അറിയും, ടേക്കൺ തിങ്സ് ഫോർ ഗ്രാൻറ്റഡ് എന്ന ഒരു ഗണത്തിലേക്ക് പെടുത്തി കളഞ്ഞു. സത്യത്തിൽ സക്സസ് എന്നത് പലർക്കും അറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് ഒരു പ്രൊലോങ്ഡ് സ്റ്റേറ്റ് ഓഫ് പീസ് അല്ലെങ്കിൽ ഹാപ്പിനെസ്, ഇതൊക്കെയാണ് സക്സസിന്റെ ഒരു പ്രധാന ഘടകം എന്ന് എനിക്ക് തോന്നുന്നു. അതുകൂടിയും പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അതിലേക്കുള്ള ചവിട്ടുപടി ആകുമായിരുന്നു എന്നുള്ള ചെറിയൊരു അഭിപ്രായം മാത്രം
Thank you very much. Nice session and nice meditation. Thank you. താങ്ക് യു ഗഗൻ സർ. ഞാൻ മൈൻഡ് പ്ലസിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരിൽ നിത്യവും മൈൻഡ് പ്ലസിൽ ജോയിൻ ചെയ്യുന്ന ഒരേ ഒരു വ്യക്തിയാണ് ഗഗൻ സർ. താങ്ക് യു സോ മച്ച്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സക്സസ് എന്ന് പറയുന്നത് പണമോ അല്ലെങ്കിൽ മറ്റു മൂല്യങ്ങളോ ഒന്നുമല്ല, ഹാപ്പിനെസ് ആണെന്ന് നമുക്ക് മൈൻഡ് പ്ലസിലുള്ളവരോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അത് പറയാതിരുന്നത്. ഒന്ന്. രണ്ടാമത്തത്, നമ്മൾ ഹാപ്പിനെസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടായിരുന്നത്. ചിലർക്ക് പണം കിട്ടുമ്പോഴായിരിക്കും, ചിലപ്പോൾ നല്ല ആരോഗ്യമായിരിക്കും, ചിലപ്പോൾ നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കും. എന്താണോ അവരിലേക്ക് വരുന്നത്, അവരിലേക്ക് അത് വന്നാൽ മാത്രമേ അയാൾക്ക് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയായി മാറുക എന്നുള്ള ഒരു അവയർനെസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും അഭിപ്രായം പറഞ്ഞതിൽ വളരെയധികം നന്ദിയുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് ഈ സെഷൻ അവതരിപ്പിക്കുന്ന സമയത്ത് അതുകൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ഡോക്ടർ കൃഷ്ണകുമാർ സർ. ഗുഡ് മോർണിംഗ് സർ. നമ്മൾ ചില സിനിമ കാണുമ്പോൾ ഉടനീളം നമ്മളെ കാണുന്ന പോലെ ഈ സെഷൻ ഉടനീളം ഓരോ വാക്യം പറയുമ്പോഴും അജിത് കുമാർ സാറിന് തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത് ഓരോ കാര്യവും. എൻ്റെ നാട്ടിലൊരു മുതലാളിയുണ്ട്. പക്ഷെ മുതലാളിയുടെ ആദ്യകാലത്ത് വീടിന് ചുറ്റും ചെറിയ മതിലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ വീടിനേക്കാളും വലിയ മതിലും കാവൽക്കാരും അങ്ങോട്ട് ആരെയും കടത്താത്ത ഒരവസ്ഥയിലായിരുന്നു. പക്ഷെ അജിത് സാർ അങ്ങനെയല്ല. അജിത് സാർ എല്ലാവർക്കും എൻട്രൻസ് പടിപ്പുര തുറന്നിട്ടിരിക്കുകയാണ് എപ്പോഴും. അത് ഒരു വലിയ കാര്യമാണ്. അത് ഇതിൽ പറയുന്ന മറ്റുള്ളവരെ സഹായിക്കാൻ പറയുന്ന ഒരു മനോഭാവം. സക്സസ് ആണ് ക്ലാസിന്റെ ടൈറ്റിലെങ്കിലും ഉടനീളം ആറ്റിറ്റ്യൂഡ് ഈസ് എവരിത്തിങ് എന്നൊരു തീം നമുക്ക് എത്തിച്ചു തന്ന സാറിന് പ്രത്യേകം നന്ദി പറയും. നേരത്തെ പറഞ്ഞ പോലെ നന്ദി പറഞ്ഞില്ലെങ്കിൽ ഇത് വലിയ നന്ദികേടാകും സാർ. ഇനിയും ധാരാളം നല്ല സെഷനുകൾ കാത്തിരിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു കൃഷ്ണകുമാർ സാർ. നൈസ് ഫീഡ്ബാക്ക്. കൃഷ്ണകുമാർ സാറിൻ്റെ പല പുസ്തകങ്ങളും നമ്മളെ നല്ല ആറ്റിറ്റ്യൂഡുള്ള വ്യക്തികളായി വളർത്താൻ സഹായിക്കും. ശരിക്കും നല്ലൊരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയായി മാറണമെങ്കിൽ കൃഷ്ണകുമാർ സാറിൻ്റെ പുസ്തകം വായിച്ചാൽ മാത്രം മതിയാവുന്നതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ ദ ഫീഡ്ബാക്ക്. ഹാൻഡ് റൈസ് കഴിഞ്ഞു തോന്നുന്നു. ഓവർ ടു അജിത് കുമാർ സർ ഫോർ ദ ക്ലോസിംഗ് സ്പീച്ച്. Gently close your eyes for a 30 seconds. നല്ല ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയായി മാറാൻ നമുക്ക് പരിശീലിക്കാം. നമ്മുടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആവശ്യമായ ഏറ്റവും പ്രധാന ഘടകമായ നല്ല ആറ്റിറ്റ്യൂഡുള്ള ഒരു വ്യക്തിയായി മാറാൻ 4 ഘടകങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി നമ്മൾ കെയറിംഗ് ഉള്ള വ്യക്തിയായി മാറുന്നു, കോൺഫിഡൻ്റ് ഉള്ള വ്യക്തിയായി മാറുന്നു, പേഷ്യൻ്റ് ക്ഷമാശീലരായി മാറുന്നു, വിനയമുള്ളവരായി മാറുന്നു. അങ്ങനെ നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി നാം മാറുന്നു. അതുവഴി നമ്മൾ നേരത്തെ ഫീഡ്ബാക്കിലൊക്കെ കേട്ട പോലെ ജീവിത വിജയം കൈവരിക്കാൻ ഈ ആറ്റിറ്റ്യൂഡ് നമുക്ക് സാധിക്കുമാറാവട്ടെ എന്ന് മനസ്സിൽ ഉറക്കെ പറഞ്ഞുകൊണ്ട് ഓപ്പൺ യുവർ ഐസ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. Thank you, sir. Thank you so much. Thank you all. Thank you, sir. Thank you, sir.